രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇത് സ്വപ്നമൊന്നല്ല, യാഥാർത്ഥ്യം തന്നെയാ. എന്താ വിശ്വാസായില്ലേ? എന്തെങ്ങനെ നോക്കുന്ന? അതെ, ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. മനസ്സാ, ഇത് നീ തന്നെയാണോ? പിന്നെ അല്ലാതെ. ആന്റി അങ്കിളേ ആരെയോ കാണാൻ പുറത്തു പോയിരിക്കുക. അപ്പോ സുനിലേട്ടാന്ന് വിളിച്ചത് കാര്യായിട്ട് തന്നെയാണല്ലേ? അതെ. അതെ, എഴുന്നേറ്റ് വന്ന് മുഖം കഴുകി വാ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. സത്യം? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ചായ വേണമെങ്കിൽ എഴുന്നേറ്റ് വാ. മനസ്സാ, ഞാൻ വന്നുട്ടോ. വാ, ഇരിക്ക് ഇരിക്ക്. കുടി. എന്താ സുനിലേട്ടാ, വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? സത്യമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല മനസ്സാ. എന്നാ വിശ്വസിച്ചോ. ഞാനും പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. എന്ത് തീരുമാനം? നമ്മളിങ്ങനെ എത്ര നാൾ ഒളിച്ചു കളിക്കും സുനിലേട്ടാ? ആ, ഞാനല്ലല്ലോ, താനല്ലേ ഒളിച്ചു കളിക്കുന്നത്. സുനിലേട്ടൻ കുടിക്ക്. ഞാൻ ഒളിച്ചു കളിച്ചിട്ടൊന്നുമില്ല സുനിലേട്ടാ. സുനിലേട്ടനാ എന്നോട് കള്ളത്തരം കാണിച്ചത്. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അന്ന് ഞാനാണ് സുനിലേട്ടനെ മുറി കയറ്റിയതെന്നല്ലേ സുനിലേട്ടൻ ഇവിടെയുള്ള എല്ലാരോടും പറഞ്ഞേ? ശരിയല്ലേ? യഥാർത്ഥത്തിൽ നടന്നത് എന്താന്ന് സുനിലേട്ടന് അറിയാലോ. താൻ ഇപ്പോഴും അക്കാര്യം ആലോചിച്ചിരിക്കണോ? ചിലതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ സുനിലേട്ടാ. അതൊക്കെ നീ വിട്ടേക്ക് മനസ്സാ.
നമുക്കിനി വരും കാലത്തെ കുറിച്ച് സംസാരിക്കാം. എന്നാലും അന്ന് ശരിക്കും എന്താ ഉണ്ടായത്? തനിക്ക് ഓർമ്മയില്ലല്ലേ? എനിക്ക് ഓർമ്മയില്ല. ഒന്ന് പറ സുനിലേട്ടാ, പ്ലീസ്. പറയട്ടെ. ആ പറ. അന്ന് രാത്രി രാത്രി പറ സുനിലേട്ടാ. അന്ന് രാത്രി അല്ലേ? എല്ലാം തുലച്ചല്ലോ. ഇരിക്കാൻ വേണ്ടൊരു നേരം. അല്ല, തന്റെ ഫോണിൽ ഇറങ്ങിയെന്നെ. സുനിലേട്ടാ, അത് അച്ഛനായിരിക്കും. എന്നാ പോയി അച്ഛനോട് സംസാരിക്കും. ഓ, അങ്ങനെ ഇപ്പൊ ഫോണിൽ കൂടി സുഖവിവരം അന്വേഷിക്കണ്ട. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരുന്നാലോ നമ്മുടെ പ്രൈവസി പോവൂലേ? ചെന്ന് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് സമാധാനത്തിൽ വാ. ഞാൻ അപ്പോഴേക്കും ടെറസിലെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ട്, അതെടുത്തിട്ട് വരാം. എന്ന് പിന്നെ ചെല്ല്, സംസാരിച്ചിട്ടോ. ഇനിയിപ്പോ വേണ്ട. ഒന്ന് സത്യം പറയിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ കൃത്യസമയത്ത് തന്നെ നശിപ്പിച്ചു. അല്ലെങ്കിൽ വേണ്ട. ഒരിക്കൽ സുനിലിന് സംശയം തോന്നിയതാ. ഇനി ഇത് വെക്കുന്നത് അത്ര ബുദ്ധിയല്ല. സുനിലേട്ടാ, ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാൻ പോയതല്ലേ, അപ്പോഴല്ലേ എനിക്ക് ഫോൺ വന്ന്. ഞാൻ പോവാ. ഇരിക്കും മനസ്സാ, താൻ എവിടെ പോവാ? ഞാൻ റൂമിലേക്ക് പോവാ. അല്ല, എനിക്ക് പറയാനുള്ളത് കേൾക്കണമെങ്കിൽ ഞാൻ കൂടി വരാം. പോടുന്നു. ആ ചിരിക്ക് പിന്നില് ഞാനും കൂടി ചെല്ലാനുള്ളൊരു ഉദ്ദേശം ഇല്ലേ? ഇവിടെയോ? ഇനി പറ. പറയട്ടെ. പറയേ. അത് അയ്യോ, ഞാൻ എന്റെ ചായ എടുക്കാൻ മറന്നുപോയി. അത് താഴെ ഇരിക്കാ. താഴത്തെ റൂമിലിരുന്ന് നമുക്ക് സംസാരിക്കാം. അത് വേണ്ട, പിന്നീട് ഞാൻ വേറെ ചായ. എനിക്ക് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ വല്ലാത്ത തലവേദന. വാ, നമുക്ക് ചായ കുടിച്ച് ഹാളിലിരിക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇവിടെ തന്നെ ഇരിക്കണേ. അല്ല, കുഴപ്പമില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ചായ എടുത്തിട്ട് വരാം.